അന്തം വിട്ട് നിൽക്കുന്ന കുട്ടികളുടെ കയ്യിൽ പാർവതി ബുക്കുകൾ കൊടുക്കുന്നു. എന്നിട്ട് 1 മണിക്കൂറിനകം ഹോംവർക്ക് എഴുതണമെന്ന് അവരോട് പറയുന്നു. അത് കേൾക്കുന്ന അഞ്ജലി എഴുതിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നത് കേൾക്കുന്ന പാർവതി, നിങ്ങൾ 3 ദിവസമായി ഹോംവർക്ക് എഴുതിയില്ല എന്ന കാര്യം അറിഞ്ഞാൽ നിങ്ങളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് പണിഷ്മെന്റ് കിട്ടുമെന്ന് പറയുന്നത് കേട്ട് പേടിച്ച് നിൽക്കുകയാണ് കുട്ടികൾ. പാർവതി അവിടെ നിന്ന് പോകുന്നത് കാണുന്ന കുട്ടികൾ ദേഷ്യത്തോടെയും വിഷമത്തോടെയും നിൽക്കുകയാണ്. ദേഷ്യം വരുന്ന കുട്ടികൾ ബുക്കുകൾ കൊണ്ട് തലയിൽ അടിക്കുകയും എറിയുകയും ചെയ്യുന്നു. പാർവതിക്ക് ചെറിയമ്മയുടെ കാര്യം ഓർമ്മ വന്ന് അവിടെ നിന്നും പെട്ടെന്ന് തന്നെ പോകുന്നു. തുടർന്ന് പാർവതി ടെൻഷനോടെ പുറത്തേക്ക് പോകുന്നത് കാണുന്ന അരുന്ധതി പാർവതിയെ വിളിക്കുമ്പോൾ പാർവതി അരുന്ധതിയുടെ അടുത്ത് പോകുന്നു. ഇത്രയും അർജന്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ പാർവതി മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാത്ത ക്യാഷ് മാത്രമാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന മെഷീനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പാർവതി ചെറിയമ്മയുടെ കാര്യം പറയുന്നു. എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ കെയർ ടേക്കറായി ജോലി ചെയ്യുന്ന കാര്യം ഇവിടുത്തെ സാർ അറിഞ്ഞ് എന്നെ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും. അതുകൊണ്ടാണ് ചെറിയമ്മ വന്നപ്പോൾ ഞാനൊന്നും മിണ്ടാതെ നിന്നത്. എനിക്ക് സ്വന്തമെന്ന് പറയാൻ അച്ഛനല്ലാതെ വേറെ ആരുമില്ല. അച്ഛന് വേണ്ടി ഞാൻ എന്ത് റിസ്ക് എടുക്കുമെന്ന് പാർവതി പറയുന്നത് കേൾക്കുന്ന അരുന്ധതി എല്ലാ കാര്യങ്ങളും ചെറിയമ്മയോട് പറയാൻ പറയുകയാണ്. അത് കേൾക്കുന്ന പാർവതി അവിടെ നിന്നും പോകുന്നു. പാർവതി പോകുന്നത് കാണുന്ന അരുന്ധതി ദൈവത്തിനോട് പാർവതിയുടെ ബുദ്ധിമുട്ടുകൾ കുറച്ചു കൊടുക്കണമേ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് അരുന്ധതിക്ക് ഗുപ്തന്റെ കാര്യം ഓർമ്മ വരുന്നത്. അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷനിലുള്ളവർ ഗുപ്തന്റെ എല്ലാ ഓർണമെന്റ്സും ഊരി വാങ്ങിച്ചു. അതിലൊന്നും ഗുപ്തന് വിഷമമില്ല. ആ കളഞ്ഞുപോയ മോതിരം കിട്ടിയാൽ യമലോകത്തേക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് വിഷമത്തോടെ റോഡിൽ കൂടി നടക്കുകയാണ് ഗുപ്തൻ. നടന്ന് തളരുന്ന ഗുപ്തൻ കരിക്ക് ഇരിക്കുന്നത് കാണുന്നു. ഗുപ്തൻ ഒരു കരിക്ക് വാങ്ങിച്ചു കുടിക്കുന്നു. ക്യാഷ് തരാൻ കടക്കാരൻ ചോദിക്കുമ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഞാൻ യമലോകത്ത് നിന്ന് വന്നതാണെന്നും എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന കടക്കാരൻ ഗുപ്തനെ നോക്കിയിട്ട് ഇയാൾ ഒരു ഉടായിപ്പാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഗുപ്തന്റെ ഡ്രസ്സ് അയാൾ എടുത്തിട്ട് ഗുപ്തന് വേറെ ഡ്രസ്സ് കൊടുക്കുന്നു. ഒരു കരിക്കിന് വേണ്ടി എന്റെ തൊപ്പിയും ഡ്രസ്സും തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് ഗുപ്തൻ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പാർവതി കുറച്ചു ദൂരം പോകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ചെറിയമ്മയും ചെറിയമ്മയുടെ അനിയനെയും കാണുന്നു. പാർവതി അവരോട് സോറി പറയുമ്പോൾ ആദ്യം അവർ രണ്ടുപേരും പാർവതി അറിയില്ല എന്ന് പറയുന്നു. എന്നിട്ട് പാർവതിയോട് കുറച്ചു മുമ്പ് ആ സാർ എന്റെ അനിയനെ അടിച്ചിട്ട് നീ ഒന്നും പറയാതെ നിന്നില്ലേ എന്നൊക്കെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന പാർവതി കാര്യം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ചെറിയമ്മ അവിടെയുള്ള സാറിനെയും വീട്ടുകാരെയും കയ്യിലെടുത്ത് അയാളെ വിവാഹം ചെയ്ത് സുഖമായി ജീവിക്കാനാണോ നിന്റെ പ്ലാൻ? നീ ജോലി പോയ കാര്യം ഒന്നും മറച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ നീ പറയുന്നതെല്ലാം വിശ്വസിച്ചേനെ എന്ന് പറയുന്ന സമയം ചെറിയമ്മയുടെ അനിയൻ നീ എന്ത് ജോലി ചെയ്താലും എന്നെ തന്നെ വിവാഹം ചെയ്തേ പറ്റൂ എന്ന് പറയുകയാണ്. തുടർന്ന് ചെറിയമ്മ ക്യാഷ് അയക്കാൻ പറയുമ്പോൾ നീ ഓരോ കാരണങ്ങൾ പറയുന്നത് കൊണ്ട് എന്താണ് കാരണമെന്ന് അറിയാനാണ് ഞങ്ങൾ വന്നതെന്ന് പറയുന്നു. ക്യാഷ് എങ്ങനെയെങ്കിലും അയച്ചു തരാമെന്ന് പാർവതി പറയുന്നത് കേൾക്കുന്ന ചെറിയമ്മ നാട്ടിൽ പോയി നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്ന് ആ സാറിന്റെ വീടിന്റെ അടുത്ത് തന്നെ വാടകയ്ക്ക് ഒരു വീടെടുത്ത് താമസിക്കാം, ഇല്ലെങ്കിൽ പാർവതിയുടെ കൂടെ ആ വീട്ടിൽ കഴിയുമെന്ന് പറയുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. പാർവതി വിഷമിച്ച് നിൽക്കുകയാണ്. അടുത്ത സീനിൽ കുട്ടികൾ 3 പേരും പഠിക്കുകയാണ്. അവർ പഠിക്കുന്നത് നോക്കി അരുന്ധതി അവിടെ ഇരിക്കുന്നു. അപ്പോൾ അവിടെ വരുന്ന അഞ്ജലി അവർ 3 പേരും പഠിക്കുന്നത് കാണുകയാണ്. പഠിക്കാൻ മടിച്ചിരിക്കുന്ന അഞ്ജലി എങ്ങനെ അവരെ 3 പേരെയും ഡിസ്റ്റർബ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ സമയം മഹേന്ദ്ര അവിടെ വരുന്നു. മഹേന്ദ്ര കുട്ടികളോട് സ്കൂളിൽ പോകാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ മിസ് അമ്മ അവരോട് ഇന്ന് നാളെ സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞു എന്ന് പറയുകയാണ്. ഇത് കേട്ട് ദേഷ്യം വരുന്ന മഹേന്ദ്ര രാഘവനോട് പാർവതിയെ വിളിച്ചുകൊണ്ടുവരാൻ പറയുന്നു. അതെല്ലാം കണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അരുന്ധതി. ശേഷം പാർവതിയെ കാണുന്ന രാഘവനോട് പാർവതി എല്ലാ കാര്യങ്ങളും പറയുന്നു. എല്ലാ പ്രശ്നങ്ങളും ആദ്യത്തെ ദിവസം തന്നെ എന്റെ മുമ്പിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടെ നിൽക്കുകയാണ് പാർവതി. എന്നിട്ട് അവർ രണ്ടുപേരും വീട്ടിന്റെ അകത്തേക്ക് പോകുന്നു. നെക്സ്റ്റ് എപ്പിസോഡുമായി നെക്സ്റ്റ് ഡേ കാണാം. ബൈ.